IPL-ലെ ഏവരും കാത്തിരിക്കുന്ന ആവേശകരമായ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിന് ബാറ്റിംഗ് തകർച്ച. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള പഞ്ചാബിന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ തെറ്റെന്ന രീതിയിൽ തെളിയിക്കുന്ന പ്രകടനമാണ് പഞ്ചാബ് കാഴ്ചവെച്ചത്. പ്രിയൻ ഷാരിൻ 22 പ്രച്മരൻ 30 റൺസും ശശാങ്ക് സിംഗ് 18 റൺസും നേടിയതൊഴിച്ചാൽ മറ്റെല്ലാവരും ദുരന്ത ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. മികച്ച ഫോമിലുള്ള സ്റ്റോയിൻസിനെ പുറത്തിരുത്തി ജോഷ് ഇംഗ്ലീസിനെ അവസരം കൊടുക്കാനുള്ള പഞ്ചാബിന്റെ തീരുമാനവും തെറ്റായി. പ്രധാനമായും മാറ്റങ്ങളിലും ആരാധകരടക്കം നിരാശ പ്രകടിപ്പിച്ചു. സൂര്യവംശ് ഷെഡ്ജെ 4 റൺസാണ് നേടിയത്. ഇമ്പാക്ട് പ്ലെയറായി വന്നാണ് താരം ഈ പ്രകടനം കാഴ്ചവെച്ചത്. 111 റൺസിലാണ് 15 ഓവറിൽ പഞ്ചാബ് ഓൾ ഔട്ടായത്. പഞ്ചാബിന്റെ ദയനീയ പ്രകടനത്തിൽ ആരാധകർ ഒന്നടങ്കം നിരാശയാണ്. ശ്രേയസ് അയ്യർ 0-ന് മടങ്ങുന്ന മത്സരത്തിൽ ഏറെ നിർണായകമായി. 3.2 ഓവറിൽ 39 റൺസ് എന്ന നിലയിൽ നിന്നും 111-ന് ഓൾ ഔട്ട് ആകാനായിരുന്നു പഞ്ചാബിന്റെ വിധി. തുടർന്നുള്ള ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ചകൾ പഞ്ചാബിനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി. 1-ാം വിക്കറ്റിൽ 39 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഓപ്പണർമാർ ഒരുക്കിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ ഉടനീളം അത്തരമൊരു കൂട്ടുകെട്ടുണ്ടായില്ല. അവസാന നിമിഷം ശശാങ്ക് സിംഗും ബാത്ലറ്റും ക്രീസിൽ ഒന്നിച്ചപ്പോൾ സ്കോർ 140 കടക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ അതുമുണ്ടായില്ല. കൊൽക്കത്ത ബോളർമാർ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. ഹർഷിത് റാണ 3 ഓവറിൽ 25 റൺസ് വഴങ്ങി 3 പ്രധാന വിക്കറ്റുകൾ നേടിയപ്പോൾ വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും 2 വിക്കറ്റ് വീതം നേടി. നരേൻ 3 ഓവറിൽ 14 റൺസ് മാത്രമാണ് വഴങ്ങിയത്. വരുൺ ചക്രവർത്തി ആകട്ടെ 4 ഓവറിൽ 21 റൺസും വൈഭവ് അറോറയും നോർക്കിയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. സ്കോർ ബോർഡിൽ മികച്ച റൺസ് ഉണ്ടായിട്ടും വിക്കറ്റുകൾ നിലനിർത്താൻ പറ്റാതെ പോയതാണ് പഞ്ചാബിന് ഏറെ നിരാശയായത്. സ്വന്തം ഹോം മത്സരത്തിലാണ് ഇത്തരത്തിലൊരു മത്സരമെന്നതും എടുത്തു പറയണം. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള പഞ്ചാബിന്റെ തീരുമാനം തന്നെയാണ് തെറ്റായത്. അതേസമയം ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനാണ് തീരുമാനിച്ചത്. ഏകദേശം മത്സരത്തിൽ കനത്ത പരാജയം പഞ്ചാബ് നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മികച്ച ബോളർമാർ ടീമിലുണ്ടായിട്ടും അവരൊന്നും മികച്ച ഫോമിലുമല്ലാത്ത സാഹചര്യത്തിൽ ബാറ്റർമാർ കൂടെ പരാജയപ്പെടുകയാണെങ്കിൽ പഞ്ചാബിന്റെ അവസ്ഥ ഏകദേശം ദയനീയമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത.